തളപതി വിജയ് ഇനി കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ വിജയ്. என் நெஞ்சில் குடியிருக்கும் மாலைகள் இட வேண்டாம், தங்க மகுடம் தர வேண்டாம், தமிழ் தாய்நாடு தந்த அன்பு போதுமே. எனக்காக எல்லாத்தையும் விட்டுக் கொடுத்த என்னுடைய ரசிகர்களுக்காக நான் சினிமாவையே விட்டுக் கொடுக்கிறேன். തൻ്റെ സിനിമകളെ സ്നേഹിച്ച ആരാധകർക്ക് വേണ്ടി സിനിമയെ വിട്ടുകൊടുക്കുകയാണെന്നും പറഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് വിജയ് എന്ന് പറയുന്ന നടൻ സിനിമയിൽ നിന്ന് പോവുകയാണ്. സോ ഞാൻ ഉൾപ്പെടെ ഞാൻ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പെട്ടെന്ന് സിനിമയിൽ നിന്ന് മാറുകയാണല്ലോ. ഇത്രയും ഒരു പല ആൾക്കാർക്കും പല അഭിപ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ സിനിമയുടെ ഏറ്റവും പീക്ക് നിൽക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ നിന്ന് മാറുന്നതെന്ന്. ഒരുപാട് പേര് അതിനെ വിമർശിച്ചിട്ടൊക്കെ പറയാറുണ്ട്. അതെന്താണ് ഒരുപാട് സിനിമകൾ പൊട്ടിയതിന് ശേഷമൊക്കെയാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് ഒരു പീക്ക് ടൈം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോശം സിനിമ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സിനിമകൾക്ക് പോലും 100 കോടി ക്ലബിലൊക്കെ കയറുന്ന ഒരു ടൈമിൽ അങ്ങനെ ഒരു ഹീറോ പെട്ടെന്നൊരു ദിവസം സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം പേഴ്സണലി ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്നാണെന്നാണ് എല്ലാ ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന ഒരു വിജയം കാണുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചെയ്തൊരു കാര്യമായിട്ട് എനിക്കൊരു പോയിന്റ് പോലും തോന്നിയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിലി പറയാം. അതിനു മുമ്പ് സിനിമകളെ പറ്റി പറയാം. വിജയ് എന്ന് പറയുന്നൊരു നടൻ, ആദ്യം തന്നെ പറയണം, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് ഇനി മിസ് ചെയ്യാൻ പോവുകയാണ്. വിജയ് എന്ന് പറഞ്ഞ നടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഭയങ്കര നമ്മളെ അഭിനയം കണ്ട് നമ്മൾ ഭ്രമിപ്പിച്ച അങ്ങനത്തെ ഒരു നടനൊന്നുമല്ല. ഒരു ആവറേജ് ഒരു നടനാണ് അദ്ദേഹം, നടൻ എന്നൊരു രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓറ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു ഫാൻസിൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് എന്തോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്വാഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഓറ എന്നൊക്കെ പറയുന്നൊരു സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയുന്നത്, അത് വിജയ് എന്ന് പറയുന്ന ആക്ടറിനുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇനിയും എന്ത് തന്നെ ആയാലും ഏതായാലും കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ജനനായകനൊക്കെ വരുന്നുണ്ട്, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സിനിമ നമുക്ക് കാണാൻ പറ്റില്ല. സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണോയെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫാനാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തരുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ആണ്. എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ടൈം ഒരു സിനിമ, ഏതൊരു നടൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ടൈം ഒരു സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന ഒരു സിനാരിയോ കാണുന്നത് തുപ്പാക്കി എന്ന് പറയുന്നൊരു സിനിമയാണ്. ഞാൻ അതിനു മുമ്പ് തിയേറ്ററിൽ സിനിമ കാണാറുണ്ട്, എന്നാൽ ഈ FTFS എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തുപ്പാക്കിയാണ്. ഒരു നടൻ്റെ, എല്ലാ നടന്മാരും മമ്മൂക്കയായിക്കോട്ടെ ലാലേട്ടനായിക്കോട്ടെ, മലയാളം സിനിമകൾ ഞാൻ അധികമൊന്നും അങ്ങനെ FTFS കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് 2012 ഇറങ്ങിയ ഈ തുപ്പാക്കി എന്ന് പറയുന്നൊരു സിനിമയാണ്. സോ അത് തന്നൊരു ഫീലുണ്ട്, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അങ്ങനെയുള്ളൊരു നടൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് നമ്മൾ കണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം മറ്റ് നടന്മാർ, ഇപ്പം നമ്മൾ സൂര്യ, അദ്ദേഹം ആയിക്കോട്ടെ, ധനുഷ്, വിക്രം, കമലഹാസൻ, രജനികാന്ത്, അതുപോലെയുള്ള ഒരുപാട് നടന്മാർ തമിഴ്നാട്ടിലുണ്ട് ഓൾറെഡി. എസ്പെഷ്യലി സൂര്യ പോലത്തെ, അല്ലെങ്കിൽ കമലഹാസൻ അല്ലെങ്കിൽ ധനുഷ് പോലെ, അവർക്കെന്ന് വെച്ചാൽ ഭയങ്കരമായ ആക്ടേഴ്സാണ്. അതായത് ടോട്ടലി അവരെ നമുക്ക് സൂര്യയായിട്ടോ അല്ലെങ്കിൽ ധനുഷായിട്ടോ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല ഒരു പോയിന്റിൽ പോലും. അങ്ങനെ ഡിഫറൻ്റ്ലി മാറാറുള്ള നടന്മാരാണ്. പക്ഷേ വിജയ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാ സിനിമയിലും കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്, സെയിം എക്സ്പ്രഷൻസ് ഇടുക, അല്ലെങ്കിൽ സെയിം രീതിയിലുള്ള ഗെറ്റപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോ കോൾഡ് രക്ഷകൻ എന്ന് പറയുന്ന ഒരു ടാഗ്ലൈൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെല്ലാം ഉണ്ട്. എല്ലാ സിനിമയിലും അദ്ദേഹം രക്ഷിക്കാനാണ് വരുന്നതെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി എല്ലാവരും കളിയാക്കാറുള്ളത്. പക്ഷേ ബേസിക്കലി എല്ലാ സിനിമകളിലും നായകൻ എന്ന് പറയുന്ന ഒരു രക്ഷകൻ കൺസെപ്റ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിജയ് എന്ന് പറയുന്ന നടന് ആ ഒരു ടാഗ്ലൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഈ പറയുന്ന പ്രത്യേകതകളാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നും എനിക്കൊരു പോയിന്റ് പോലും തോന്നിയിട്ടില്ല. പക്ഷേ ഹീസ് ഡിഫറെൻറ്റ്. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് സിനിമയിൽ നിന്ന് റിട്ടയർ ആകുമെന്ന് കേട്ടപ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയത്. എസ്പെഷ്യലി രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ പറ്റി ഒരുപാട് ഞാൻ ഡീപ്ലി നോക്കാറുള്ള ഒരാളല്ല. അപ്പോഴും അവിടുത്തെ തമിഴ്നാടെന്ന് പറയുന്ന പൊളിറ്റിക്സ് കേരളത്തിലുള്ളതിനൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം 70 വർഷം 60 വർഷമായിട്ടൊക്കെ DMK ADMK എന്ന് പറയുന്ന മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിജയ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം 2 വർഷത്തിന് ശേഷം അദ്ദേഹം സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് മാറി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഡെഫിനറ്റ്ലി ജയിക്കും, അതിനകത്ത്
ഡൗട്ടൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ പറയുന്ന ഗ്യാതറിങ്സിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോഴെല്ലാവരും അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടിരുന്നത് സിനിമയുടെ പോലെയാണ്, അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന നടനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. ആ ഒരു പാർട്ടി അനൗൺസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ തന്നെ, അല്ലെങ്കിൽ അത്രയും ഗ്യാതറിംഗ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. സോ വിജയ് കാണാൻ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഫാൻസും കൂടെ കുറച്ച് പേരുണ്ടല്ലോ, എസ്പെഷ്യലി കൊച്ചു കുട്ടികളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കും അത്രയും ഒരു വലിയൊരു കൂട്ടത്തെ നമ്മൾ കാണുന്നത്. സോ അത് ഒരു പോയിന്റിൽ പോലും അത് വോട്ടാകില്ല എന്ന് ഈ പറയുന്ന പാർട്ടി ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നു. അത് പല പാർട്ടിക്കാരും പറഞ്ഞിട്ടുമുണ്ട്, ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന യൂട്യൂബ് വ്യൂസോ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം കാണുന്ന ആ ഒരു കൂട്ടം ഒരിക്കലും ഒരു വോട്ടായി മാറില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കണ്ട കൂട്ടം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ തന്നെ ആയിരുന്നു. അതാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തത്. കുറേ വർഷങ്ങൾക്ക്, ഏകദേശം 70 വർഷത്തിന് ശേഷം ദ്രാവിഡ എന്ന് പറയുന്ന ഒരു പേരില്ലാത്തൊരു പാർട്ടി അവിടെ ഭരണത്തിലേക്ക് വരികയാണ്. എനിക്കറിയില്ല അതിൻ്റെ ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർഷിപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ഇത്രയും ഒരു വലിയൊരു മുന്നണിയായിട്ട് മാറുന്നു. ഭരിക്കാൻ വേണ്ടിയിട്ട് കേവലം കുറച്ച് പേരുടെ കുറവ് മാത്രമേ ഉള്ളൂ. അതൊക്കെ വളരെ സിമ്പിളായിട്ട്, ഇത്രയും ഒന്നുമില്ല ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം, ഈ പറയുന്ന കുറച്ച് സീറ്റുകൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്നുമല്ല, അത് ഡെഫിനറ്റ്ലി വരും. അതുപോലെ എല്ലാ ആൾക്കാരും പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്നല്ലേ വിജയ് ഇങ്ങനെ അദ്ദേഹത്തിനൊരു സിനിമ സ്റ്റൈലുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുന്നിട്ട് പഴയ സിനിമകളിലെ ഇപ്പം സർക്കാർ ആയിക്കോട്ടെ, കത്തി ആയിക്കോട്ടെ, അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ ഇരുന്ന് കാണുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നാളായിട്ട് പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഭയങ്കരമായൊരു വിഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഈ പ്രവൃത്തിയിൽ ഇനി അതൊക്കെ വരുമ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ബാക്കിയുടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു തോന്നലില്ല, എന്നാൽ നാളെ മുതൽ ഞാൻ CM ആയേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി വന്നതല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ക്ലിയറായിട്ടൊരു പിക്ചറുണ്ട്, ക്ലിയറായിട്ടൊരു പ്ലാനിങ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വിജയ് എന്ന് പറയുന്നൊരു പൊളിറ്റീഷ്യൻ. ഇനി മുതൽ അങ്ങനെ പറയേണ്ടി വരും. വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന് അത് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്നാണ് ഇത്രയും നാളും ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ, അത് എണ്ണുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുമ്പ് വരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ജയിക്കും, അതായത് കുറച്ച് ആളുകളൊക്കെ ജയിക്കും, അതിനുശേഷം ഇവരൊരു സഖ്യമായിട്ട് മാറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹത്തിന് ഒരു പൊസിഷനൊക്കെ കിട്ടുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഡയറക്റ്റ് സെഞ്ചുറിയൊക്കെ അടിക്കുക എന്നുള്ളത് ഭയങ്കരമായ ഒരു ഇതാണ്. അത് റിഫ്ലക്റ്റായി. അദ്ദേഹം ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിനിമയിൽ ഓൾറെഡി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയും അദ്ദേഹം എന്താണ് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകൾ, പരാജയപ്പെട്ട സിനിമകൾ പോലും ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പല ആക്ടേഴ്സിൻ്റെയും വളരെ പോസിറ്റീവായിട്ട് വന്ന സിനിമകളുടെ കളക്ഷനേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോശം സിനിമ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സോ കോൾഡ് ആവറേജ്, അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്ന് നമ്മൾ പറയുന്ന സിനിമകൾ. ഒരു സമയത്ത് 5-6 സിനിമകൾ അടുപ്പിച്ച് പരാജയമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുക്കില്ല ഇനി മുതൽ തിയേറ്ററിൽ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് നാളെ സുറ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായ സമയത്താണ് അദ്ദേഹം പിന്നെ വേലായുധം ആയിക്കോട്ടെ, കാവലനായിക്കോട്ടെ, തുപ്പാക്കി ആയിക്കോട്ടെ, അതിനുശേഷം അദ്ദേഹം 100 കോടിയിൽ കുറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ സിനിമകളും ഈ പറയുന്ന സോ കോൾഡ് ഭയങ്കര ഹിറ്റായ സിനിമകൾ 500 കോടി 600 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വരുന്ന സിനിമകളെല്ലാം, മോസ്റ്റ്ലി എല്ലാ സിനിമകളും 100 മുതൽ 200 കോടി വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ഒരു ഭയങ്കരമായ ഒരു സ്റ്റാറാണ്, ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. സോ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായാലും അദ്ദേഹം ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. സോ ഇനിയും എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഭരണത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ CM ആകുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു പ്ലാനിംഗ് ഉള്ള മനുഷ്യനിൽ നിന്ന് നമ്മളൊരു കുറവായിട്ടൊരു കാര്യം ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അദ്ദേഹം എന്തൊക്കെയാണോ വിഷൻ കണ്ടിരിക്കുന്നത് അതിനെ നടത്തിയെടുത്താൽ മാത്രം മതി. അത് കറക്റ്റായിട്ടുള്ള വിഷനാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന് പാർട്ടി സമയത്ത് പരിപാടികളിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നൊക്കെ വളരെ വ്യക്തമായൊരു ധാരണയിൽ അദ്ദേഹം വന്നുകൊണ്ടാണ്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒരാൾ ഭരണത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതൊരു വ്യക്തമായൊരു പ്ലാൻ ഇല്ലാതെ വന്ന ഒരാളല്ല. അദ്ദേഹത്തിന്
ഇൻ കേസ് ഒരു പുതിയതായിട്ടൊരാളുടെ കയ്യിൽ ഭരണം കിട്ടുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ പ്രശ്നമുണ്ടാകും, എന്തൊക്കെ പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതിനൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം നല്ല രീതിയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണമുണ്ട്, അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണമുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിനെ വിശ്വസിച്ചിപ്പോൾ ഒരുപാട് പേരുകൾ, അല്ലെങ്കിൽ ഒരു കറണ്ട് ഓൾറെഡി ഉള്ള ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ തോൽക്കാൻ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ അത്ര പവർഫുള്ളായിട്ടൊരു പൊളിറ്റീഷ്യനായിട്ട് വിജയ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനൊരു ഭയങ്കരമായ ഹ്യൂജ് എക്സ്പെക്റ്റേഷനാണ്. അദ്ദേഹം അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യട്ടെ. ഇത്രയും ചെയ്ത ഒരാൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഡെഫിനറ്റ്ലി പറ്റും. പിന്നെ ഒരു പൊളിറ്റിക്കലി എന്തൊക്കെയാണെന്നുള്ളതോ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒരു ഗഹനമായി എസ്പെഷ്യലി ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒരു ഭയങ്കരമായി ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തമായൊരു ധാരണയുണ്ട്, പ്ലാൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ അദ്ദേഹം ചെയ്ത് കാണിക്കട്ടെ. അതാണ് ഇനിയുള്ളത്. പിന്നെ ഒറ്റ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി അത് ഭയങ്കര ക്വസ്റ്റ്യനാണ്. ഞാൻ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഭയങ്കര നെഗറ്റീവാണ്. അദ്ദേഹം അങ്ങനെ അവിടെ പോയി വലിയ വിജയമില്ലാതെ തിരിച്ച് സിനിമയിലേക്ക് തന്നെ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. മോശമാണെന്നാൽ പോലും അത് വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ നമ്മളിനി അങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടില്ല. അതെങ്ങനെ നിങ്ങളെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. സിനിമ ഒരു ആവറേജ് സിനിമ, അല്ലെങ്കിൽ ഒരു നോർമൽ സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ വിജയ് സംതിങ് ഡിഫറെൻറ്റ്. അതെപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളും എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ക്ലീശ സാധനങ്ങളൊക്കെയാണ്. എന്നാലും അദ്ദേഹത്തിനെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അറ്റ്ലി ആയിക്കോട്ടെ, എനിക്ക് അറ്റ്ലി ഓർ ലോകേഷിൻ്റെ സിനിമകളിൽ അദ്ദേഹം വരുന്നത്, എസ്പെഷ്യലി അറ്റ്ലിയുടെ സിനിമകളിൽ അദ്ദേഹം വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ്ലി അദ്ദേഹത്തിനെ യൂസ് ചെയ്യുന്നത് വേറെ ലെവലാണ്. സോ ആ ഒരു കാര്യം ഞാൻ മിസ് ചെയ്യും. അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അതൊക്കെ മിസ് ചെയ്യും. എന്നാൽ പോലും അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹം അതിൽ ശോഭിക്കട്ടെ. സിനിമ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും, വലിയൊരു സിനിമ, അല്ലെങ്കിൽ ക്യാമിയോസൊക്കെ അഭിനയിക്കുമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഐ എം വെയിറ്റിംഗ്. സോ വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഒരു ഭരണത്തിന്, അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ എൻട്രിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അദ്ദേഹം ഇത് കാണാൻ പോകുന്നൊന്നുമില്ല, എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാമല്ലോ. സോ നിങ്ങൾ വിജയ് എന്ന് പറയുന്ന നടൻ്റെ ഒരു ആരാധകനാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമകൾ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വിജയ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹം CM ആകുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം.